കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം അങ്ങോട്ട് കണ്ടാലോ. അങ്ങനെ കനക പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നയനമ്പോൾ പോയി ഡിസൈനും വരയ്ക്കട്ടെ എന്ന് പറയണം. ഈ സമയം ആദർശ് പറഞ്ഞു, പിന്നെ അവൾക്ക് ഡിസൈനിങ് അങ്ങനെ വരയ്ക്കാനൊന്നും അറിയത്തില്ല, ഒന്നോ രണ്ടോ ഡിസൈൻ വരച്ചെന്ന് വെച്ചോണ്ട് അങ്ങനെ ഇത് അമേരിക്കൻ കമ്പനിയാ, അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല ഡിസൈനിങ് ഒന്നും വരയ്ക്കാൻ അവൾക്ക് അറിയത്തില്ല എന്ന് പറയാം. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, മോളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറയാണ്. നബി പറഞ്ഞു, വാ നയനെ നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞ് നയനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ജല ഈ സമയം ജലജ അങ്ങോട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ദേവേനി പറഞ്ഞു, അവള് കയറി പോയിട്ടുണ്ട് ഡിസൈൻ വരയ്ക്കാനായിട്ട്. അവളുടെ വിചാരം എന്താ, ഈസി ആയിട്ടുള്ള കാര്യമാണ്, ഇവിടെ ഒന്ന് രണ്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ വരച്ചെന്ന് ഓർത്തോണ്ട് ഇപ്പൊ അമേരിക്കൻ കമ്പനിക്ക് ഡിസൈൻ വരയ്ക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെടുമെന്ന് ഓർത്തോണ്ടാ ചെന്ന് അങ്ങോട്ട് വരച്ചിട്ട് വരട്ടേന്നും പറയാണ്. മുത്തശ്ശി പറഞ്ഞു, നീ എന്തിനാ ദേവേനി ഇങ്ങനെയൊക്കെ പറയണേ? അവൾ അവളുടെ കഴിവ് തെളിയിച്ചല്ലേ, അവസരം ഉണ്ടല്ലോ, ചെയ്യട്ടെ എന്ന് പറയാണ്. അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പം നയനയോട് കണ്ണു കുറഞ്ഞു, മോളെ നീ ഒരു ഡിസൈൻ വരയ്ക്കാൻ പറയണം. എനിക്ക് പറ്റില്ല അമ്മയെന്ന് പറയും. നബി പറഞ്ഞു, ഇത് നമ്മുടെ പ്രസ്റ്റേജിന്റെ പ്രശ്നമാണ്, അറിയാലോ, എന്റെ അമ്മായിമ്മയും നിന്റെ അമ്മായിമ്മയും കൂടെ കൂടിയാ നിന്നെ കൊച്ചാക്കിയിരിക്കുന്നേ, നിന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് പറഞ്ഞ്, അപ്പൊ നീ ഇതോടെ സാധിക്കണമെന്ന് പറയാ. കനക പറഞ്ഞു, ശരിയാ, ആദ്യമായിട്ട് മോള് ഡിസൈൻ വരച്ചപ്പം മോള് വിചാരിച്ചായിരുന്നോ അത് അത്ര ഭംഗിയായിട്ട് വരുമെന്ന്? പക്ഷെ ഇതങ്ങനെയല്ലമ്മേ, അതൊന്നും ഒരു കുഴപ്പമില്ല, മോള് ധൈര്യമായിട്ട് വരയ്ക്കുക, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നീട് നയന എടുത്ത് നബി ഇരിക്കുകയാണ്. അവസാനം നയനയ്ക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നയന വരയ്ക്കാൻ തുടങ്ങി. ഈ സമയം അബിയുടെ അടുത്തേക്ക് ജലജ എന്നിട്ട് പറഞ്ഞു, അതെ നീ ഇത് എന്ത് കണ്ടുകൊണ്ടിരിക്കുക, നിന്നോട് വരയ്ക്കാൻ പറഞ്ഞിട്ടോ? അമ്മ ഞാൻ വരയ്ക്കോ നോക്കണ്ടേന്ന് പറയണം. ഇന്നെങ്കിലും നോക്കി തീരുവോ? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ നോക്കിയിരിക്കുവോളെന്ന് എനിക്ക് തോന്നുന്നേ. എടാ, നീ ഇത് വരച്ചു കഴിഞ്ഞാൽ എന്തേലും ഗുണം ഉണ്ടാവുള്ളൂ, നിനക്കറിയാലോ. നീ ഇപ്പൊ ഇവിടെ ആ ജൂവലറിയിൽ എന്തായാലും നിനക്കൊരു സ്ഥാനം കിട്ടണമെങ്കിൽ നീ ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ നിന്നെ ഒരു കഴിവില്ല എന്ന് പറഞ്ഞിട്ട് ജൂവലറി ഏതെങ്കിലും മൂലക്കിലേക്ക് കൊണ്ട് ഒതുക്കിയിടുള്ളൂ. അറിയാലോ, അനിയുടെ കല്യാണം നടക്കാൻ പോണേ. അനിയുടെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ 2-3 ജൂവലറിയുടെ മേൽനോട്ട് അവനായിരിക്കും. പിന്നെ നീ വെറും കറിവേപ്പിലയാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നീ ഇവിടെ ഒന്ന് ശോഭിച്ചേ മാത്രം മതിയാവുള്ളൂ. എടാ, നിനക്ക് നോക്കി വരയ്ക്കാനുള്ള കഴിവ് പോലും ഇല്ലേന്ന് ചോദിക്കുക. അമ്മ ഉദ്ദേശിക്കുന്നതല്ലൊന്നും അല്ല കാര്യങ്ങള്, ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് പറയാം. പിന്നെ ബുദ്ധിമുട്ട്, എടാ നിന്നെ കൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല, നിന്നെ കൊണ്ട് പക്ഷെ പറ്റില്ല. അമ്മേ, ഇതിനൊക്കെ ഒരു കഴിവ് വേണം, ജന്മന കിട്ടിയ കഴിവ്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് കുറച്ച് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും വരയ്ക്കാൻ പറ്റില്ല. നോക്കി വരയ്ക്കാനാണെങ്കിൽ ഒരു കഴിവ് വേണം എന്ന് പറയാം. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് എന്തെങ്കിലും കൊള്ളാവോ? ഇവിടെ നീ എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ, എന്നെ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോവാണ്. ഈ സമയം വീണ്ടും ഓൺലൈൻ മീറ്റിംഗ് തുടങ്ങി. ഓൺലൈൻ മീറ്റിംഗിന് സമയത്ത് പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞപ്പം ഓരോ ഡിസൈനായിട്ട് എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുക. എല്ലാം കാണിച്ചു, കുറേ ഡിസൈൻ കാണിച്ചു, പക്ഷെ ഒന്നും അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവസാനം ആദർശിന് മനസ്സിലായി, ഇവിടെ കൊടുത്തേക്കുന്ന ഒന്നും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, ഇനി ഇപ്പൊ ഈ ഓർഡർ പോയത് തന്നെയാണ്. അവസാനം 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും കാണാം ആദർശം എന്ന് പറയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പം മുത്തശ്ശൻ ചോദിച്ചാൽ, എന്തായി കാര്യങ്ങള്? ഒന്നും ആയിട്ടില്ല മുത്തശ്ശ, അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ഈ സമയം ദേവേനി പറഞ്ഞ, എങ്ങനെ ഇഷ്ടപ്പെടാനാ, ചിലതങ്ങളൊക്കെ ഇവിടെ കാലെടുത്ത് കുത്തിയ പിന്നെ ഈ കുടുംബത്തിന്റെ അവസ്ഥ ഇങ്ങനെയാന്ന് പറയണ. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയണേ, അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ അവര് കയറി വന്നോണ്ടാണോ, മരുമക്കൾ കയറി വന്നോണ്ടാണോ ഇങ്ങനത്തെ പ്രശ്നങ്ങളെന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശൻ പറഞ്ഞു, അല്ലെങ്കിലും എന്ത് പറഞ്ഞാലും അവൾക്ക് അവസാനം ഒരു ന്യായീകരണം ഉണ്ടല്ലോ എന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യും ആദർശനെ ചോദിക്കണം. എന്ത് ചെയ്യാനാ മുത്തശ്ശ, കാണിക്കാൻ പറ്റുന്നത് കാണിക്കും, അതെല്ലാം കാണിച്ചു നോക്കും, കിട്ടുമോ നോക്കട്ടെ, ബാക്കി ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, നമ്മുടെ കമ്പനിയിലെ ഡിസൈൻമാര് അവര് വരച്ചിട്ടില്ലെന്ന് ചോദിക്കാം. അവര് വരച്ചതുകൊണ്ട്, അല്ലാതെ പുറത്തുനിന്ന് വരപ്പിച്ച് മേടിച്ച കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇതൊക്കെയൊന്നും അവർക്ക് ഇഷ്ടപ്പെടണ്ടേന്ന് പറയാം. അവർക്ക് ഇപ്പൊ മോഡേൺ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും വേണ്ടത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, നമ്മുടെ ജ്വല്ലറിയിലാണെങ്കിൽ പഴയ രീതിയിലുള്ള ആഭരണങ്ങളല്ലേ കൂടുതലായിട്ടുള്ളത്. ഈ സമയം അത് ശരിയൊക്കെ തന്നെയാ, പക്ഷെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ജ്വല്ലറിയിൽ ഇച്ചിരി തിരക്കുറവാ. കാരണം ഒത്തിരി ജ്വല്ലറികൾ ഇങ്ങനെ കൂടുപോലെ ഉയർന്നു മുൻകൊണ്ട് വരുമല്ലേ. ഈ സമയം ദേവേന പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷെ എന്നാലും നമ്മുടെ ജ്വല്ലറി അത്രയും കിടപിടിക്കാൻ പറ്റുന്ന മറ്റൊരു ജ്വല്ലറി ഇവിടെ ഇല്ലാന്ന് പറയാം. അമ്മേ, ഓരോ ദിവസം ചെല്ലുന്നോരോ ആൾക്കാർ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും, അവർക്ക് പുതുമ അവർ ആഗ്രഹിക്കുന്നേ. അപ്പൊ ആ ഒപ്പത്തിനൊപ്പം നമ്മൾ നീങ്ങണം, അല്ലെങ്കിൽ നമ്മൾ താഴേക്ക് പോകും. പിന്നെ അതിനൊപ്പം പിടിച്ചിരിക്കാൻ നല്ല മത്സരമാണെന്ന് പറയാം. മുത്തശ്ശിമന് ശരിയാ, പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ കാര്യങ്ങള്. ഈ ഏത് രംഗത്താളും പിടിച്ചു നിൽക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാ, എതിരാളികൾ കൂടുതൽ കാണും. അപ്പൊ അവിടെ നമ്മൾ അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതാ കൊടുക്കണ്ടേ, എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഈ സമയം കനക മുറിയിലേക്ക് ചെല്ലുവാണ്. നയനെ വരച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം ആദ്യത്തെ നവ്യുണ്ട്, എങ്ങനെയായി മോളെന്ന് ചോദിക്കണം. അപ്പൊ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കൊള്ള സൂപ്പർ ആയിട്ടുണ്ട്.
അതെ, ഞാൻ അവർക്കെല്ലാം പോയി ഒരു ചായ എടുത്ത് കൊടുക്കട്ടെ, മോള് വരച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. പിന്നീട് കാര്യം പറയാം, അതെ, നവ്യനെ വിളിച്ചിട്ട് കാര്യം പറയാം, ഞാൻ അവർക്ക് ചായയൊക്കെ കൊണ്ടേ കൊടുക്കും. ആ സമയത്ത് മോൾ എന്ത് ചെയ്യണം, ഇത് വരച്ചിട്ട് അത് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടേ വെക്കണം. ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിനക്ക് അതൊക്കെ നന്നായിട്ട് അറിയാൻ മേലെ നിൽക്കുക. അതൊന്നും അമ്മ എന്നെ പറഞ്ഞു പഠിപ്പിക്കണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം. അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ചായയായിട്ട് കനക വരുന്നത്, ചായ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുവാണ്. അങ്ങനെ ഈ സമയത്ത് ഡിസൈനിങ് അല്ല, ഡിസൈൻ എല്ലാം വരച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നയന. അതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നവിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഇതെന്താണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടും എന്ന് പറയാം. നയന പറഞ്ഞ്, ഇഷ്ടപ്പെടുവോ, ധൈര്യമായിട്ട് ഇരിക്കുക, ഇത്രയും നാൾ വരച്ചു വെച്ച ഏറ്റവും നല്ല ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനിത് അവരെ കൊണ്ടേ കാണിക്കാം. നിങ്ങൾ വരാൻ പറഞ്ഞു. വേണ്ട, ഞാൻ വരത്തില്ല, എനിക്ക് പേടിയാ, വാ, ഇതൊക്കെ അവരെ കാണിച്ചതിന് ശേഷം മതി ഞാൻ അങ്ങോട്ട് വരുന്നുള്ളൂ. ഇപ്പം ഞാൻ കണ്ടത് ആദർശന് ദേഷ്യം വരും, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാം. എന്നാൽ ശരിയെന്ന് പറയണം. അങ്ങനെ നവ്യ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ നയന പൂജാമുറിയിലേക്ക് പ്രാർത്ഥിക്കുക, എൻ്റെ ഭഗവാനെ, ഈ ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെടണേ, ആദർശന് ആ വലിയ ഓർഡർ കിട്ടണേ, കുടുംബത്തിന് അങ്ങനെ നല്ലൊരു ഐശ്വര്യം ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ കനക ചായയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നവ്യ എന്ത് ചെയ്യാണ്, അപ്പം അതൊക്കെ ഒന്നും അറിയത്തില്ലാതെ മറ്റേ നവ്യയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ കനക ചായ എല്ലാവർക്കും കൊടുക്കുക. ആ സമയം ആദർശനോട് ചോദിച്ചു, ആദർശമനെ എങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക. ഇല്ലമ്മേ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇനി വേറെ ഒന്ന് രണ്ടെണ്ണം കാണിക്കണം. ഈ സമയം ദേവേനെ പറഞ്ഞു, എങ്ങനെ ഇഷ്ടപ്പെടാനാ, നിന്റെ മരുമോളൊക്കെ അല്ലേ കുടുംബത്തിലേക്ക് കയറി വന്നേക്കെന്ന് പറയാണ്. പെട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു, ദേ ദേവേനെ, നിന്നോട് മുമ്പേ ഞാൻ പറഞ്ഞു ഇതുപോലത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കരുതെന്ന്. കനക പറഞ്ഞു, അവർ പറഞ്ഞോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞോട്ടെ, എനിക്കത് കുഴപ്പമില്ല മൂർത്തി സാറേ, അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറയാണ്. ഓ പിന്നെ അവളൊന്നും പറഞ്ഞു വന്നേക്കുന്നു എന്ന് ദേവേനെ ഇങ്ങനെ മനസ്സിൽ പറയാണ്. ഈ സമയത്ത് നവ്യ അങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാണ്, പതുക്കെ ആ ഡിസൈനിങ് ഒക്കെ എടുത്ത് നോക്കുന്ന മതിലെടുത്ത് നോക്കുവാണ്. എന്നിട്ട് അതിനകത്തേക്ക് കയ്യിലിരുന്ന ആ ഡിസൈൻ അങ്ങോട്ട് വെക്കുവാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത മറ്റെല്ലാം അങ്ങോട്ട് മാറി നിന്നു. ഈ സമയം മുറിയിലേക്ക് ജലജി നിന്നിട്ട് പറഞ്ഞു, നിന്റെ വര കഴിഞ്ഞില്ലേന്ന് ചോദിക്കണം. അമ്മേ, ഇത് കഴിയണ്ടേ ഒന്ന്, നീ ഇന്ന് മൊത്തം വരച്ചോണ്ടിരിക്കോ, ദേ അവിടെ അവര് മീറ്റിംഗ് വീണ്ടും തുടങ്ങാറായി, അത് തീരുന്നതിന് മുമ്പ് വരച്ചു തീർന്നില്ലെങ്കിൽ പിന്നെ നീ വെറുതെ വരയ്ക്കുന്ന കേട്ടോ, വരച്ചിട്ട് ഒരു പ്രയോജനമില്ല അബി, ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു പറയാണ്. വീണ്ടും അങ്ങനെ മീറ്റിംഗ് ആരംഭിച്ചു. മീറ്റിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. കുറേ എണ്ണം കാണിച്ചു കഴിഞ്ഞിട്ട് അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇനി വീണ്ടും വീണ്ടും കാണിക്കാൻ അവർ ആവശ്യപ്പെടുന്നത്. പിന്നീട് അവസാനം നയനെ വരച്ച് അതുകൊണ്ട് എടുത്ത് കാണിക്കണം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ട്, ഇതുപോലെയുള്ളത് വേണ്ടതെന്ന് പറയണം. അപ്പോഴാണ് ആദർശം ശ്രദ്ധിക്കുന്നത്, ഈ ഡിസൈൻ താൻ മുമ്പ് കണ്ടിട്ടില്ലോ, ഇതെങ്ങനെ ഇതിനകത്ത് വന്നു, എന്നാൽ ശരി നമുക്ക് വീണ്ടും കാണാം എന്നൊക്കെ പറഞ്ഞ് അവര് ഓക്കെ ആക്കുവാണ്. ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും മുത്തശ്ശനോട്, മുത്തശ്ശ ഓക്കെ ആയിട്ടുണ്ടെന്ന് പറയാണ്. മുത്തശ്ശന് എല്ലാവർക്കും സന്തോഷമായി. പിന്നീട് ആദർശം, എന്നാലും ആ ഡിസൈൻ അത് ആര് വരച്ചാന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഡിസൈൻ വരച്ച ആരാന്ന് അറിയത്തില്ലേ, അറിയില്ല മുത്തശ്ശ, എന്താണെന്ന് അറിയത്തില്ല, ഈ ഡിസൈൻ ഞാൻ മുമ്പേ കണ്ടില്ലെന്ന് പറയാണ്. അല്ല, കമ്പനിയിലുള്ള ആരെങ്കിലും അല്ലേ ആദർശം വരച്ചതെന്ന് ചോദിക്കുകയാണ്. അല്ല, കമ്പനിയിലുള്ളവർ ഇത്ര നന്നായിട്ട് വരയ്ക്കത്തില്ല, ഇത്രയും നല്ലൊരു ഡിസൈനർ കമ്പനിയിലുണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വർക്ക്സ് കമ്പനിക്ക് കിട്ടിയാനാ. ഈ സമയം മുത്തശ്ശി അടുത്ത്, പിന്നെ ആരാടാ, നീ അറിയത്തില്ലാതെ ഇങ്ങനെ വരച്ച് നിന്റെ കൈ വെച്ചേക്കണം, അല്ല ആ കൈതിനുള്ളിൽ വെച്ചേക്കണമെന്ന് ചോദിക്കണം. അതെനിക്ക് അറിയില്ല എന്ന് പറയാം. ഈ സമയം ജലജ അങ്ങോട്ട് വരുന്നേ. അപ്പം നയനെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കനകയും നവ്യയും കൂടെ മൊഹാമൊഹം നോക്കുകയാണ്. നയനോട് പറഞ്ഞു, മോളെ നീ പറയുന്നു പറയണം. നയനെ പറഞ്ഞു, വേണ്ടാന്ന് പറയണം. നവ്യ പെട്ടെന്ന് സൗണ്ട് താഴ്ത്തി പറഞ്ഞു, നയന നീ പറ, ഞാൻ അത് വരച്ചേന്ന് പറ, കണ്ടില്ല എല്ലാവരും കൂടെ നിൽക്കുന്ന കണ്ടില്ലെന്ന് പറയണം. ഈ സമയത്ത് ആദർശ് പറഞ്ഞു, എന്തായാലും കൊള്ളാട്ടോ, നല്ലൊരു ഡിസൈൻ ആയിരുന്നത്, ആ ഡിസൈൻ ആര് വരച്ചാണെങ്കിലും അതുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് വലിയൊരു പ്രോജക്റ്റ് തന്നെ കിട്ടാൻ പോകുന്ന വെച്ചാ, ഇതോടുകൂടി നമ്മുടെ പ്രശസ്തിയൊക്കെ ഉയരുമെന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞു, അതല്ലേലും അങ്ങനെയാ, കൃത്യസമയത്ത് തന്നെ ഭഗവാന് നേരിട്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന കേട്ടു. കാരണം ഞാനും ഇത്രയും സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവം അവർക്ക് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇഷ്ടപ്പെടണം എന്നുള്ളത്. ഇത്രയും വലിയ കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഡിസൈൻ വരച്ച് അവരെ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം ഉള്ളതെന്ന് പറയാണ്. പക്ഷെ എന്നാലും ജയൻ പറഞ്ഞു, അതാരായിരിക്കും ആ ഡിസൈൻ വരച്ചത്, ഡിസൈൻ വരച്ച് ആരാണെങ്കിലും അവർക്ക് വെളിച്ചത്ത് വന്നാൽ എന്താ കുഴപ്പമെന്ന് പറയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് ജലജ മുറിയിലേക്ക് കയറി ചെല്ലുന്നത്. ജലജ മുറി ചെന്നിട്ട് അബിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടല്ലോ, ഇതുപോലെ നീ അവിടെ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറയണം. അങ്ങനെ അബീനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുവാണ്. അപ്പൊ എല്ലാരും കൂടെ തല പോയി ആലോചിച്ചുകൊണ്ട് നിൽക്കുക, ആ ഡിസൈനിങ് ആരാ വരച്ചതെന്ന് ഓർത്തോണ്ട്. പെട്ടെന്ന് അബിയെ കൊണ്ട് വന്നു, ഞാൻ ആ ഡിസൈൻ വരച്ചതെന്ന് പറയാണ്. ഇത് കേട്ടെന്ന് നവ്യയും കനകയും എല്ലാവരും ഞെട്ടിത്തിരിച്ച് നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാം കേട്ടോ.
അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.